ഇപ്പോൾ കറുകുറ്റി പഞ്ചായത്ത് പ്രസിഡന്റായിട്ടുള്ള ലതിക ശശികുമാർ കൂടി ടെലിഫോണിൽ ചേരുന്നുണ്ട്. ശ്രീ ലതിക, എത്രത്തോളം വലിയ ശക്തിയേറിയ ഒരു ചുഴലിക്കാറ്റാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്? എത്രത്തോളം വീടുകൾക്കൊക്കെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്? അവിടുത്തെ ആളുകളൊക്കെ ഭയപ്പെട്ടിരിക്കുന്ന സാഹചര്യമാണോ? ഇത് എത്ര സമയം ഉണ്ടായിരുന്നു ഈ ചുഴലിക്കാറ്റ്? രാവിലെ ഒരു 9:50 10 മണിയോട് കൂടിയാണ് ഈ കാറ്റുണ്ടായത്. ഒരു 10 മിനിറ്റാണ് കാറ്റുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അത് വളരെ നാശം വിതയ്ക്കുന്ന ഒരു ചുഴലിക്കാറ്റായിട്ടാണ് പോയത്. കറുകുറ്റി പഞ്ചായത്തിന്റെ 2 വാർഡിനെയാണ് അത് ബാധിച്ചിരിക്കുന്നത്. 13-ാം വാർഡും അതുപോലെ 14-ാം വാർഡും. ഇപ്പൊ 2 വാർഡില് 13-ാം വാർഡിലാണ് മരങ്ങള് മൊത്തം റോഡിലേക്ക് വീണ ഗതാഗത തടസ്സങ്ങളൊക്കെ ആയി. അതുപോലെ തന്നെ കർഷകരുടെ ജാതി, വാഴ അങ്ങനെയുള്ള സാധനങ്ങളാണ് മൊത്തം പോയിരിക്കുന്നത്. 14-ാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം മരങ്ങളൊക്കെ വീടുകളിലേക്ക് വീണ് 10ഓളം വീടുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതും പുതിയ വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ വളരെ നാശനഷ്ടങ്ങളാണ്. അതുപോലെ അവരുടെ ആ വാർഡിലെ മൊത്തം വാഴയും ജാതിയും തെങ്ങ് അങ്ങനെയുള്ള എല്ലാ കർഷകരുടെ എല്ലാ വിളകളും നശിച്ചു എന്നുള്ളതാണ് വളരെ ഭയാനകമായ ഒരു സംഭവമായിരുന്നു. അത് രാവിലെ ഉണ്ടായത്. ജനങ്ങളൊക്കെ വളരെ ഭയശങ്കരായി എന്നാണ് ചെന്ന് ചോദിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. പക്ഷെ അത് വളരെ ഒരു നാശനഷ്ടത്തിലേക്കാണ് ജനങ്ങളെ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഇതിന് മുൻപ് ഇതുപോലെ ഇത്തരത്തിലുള്ള ഒരു കാറ്റ് വീശിയിട്ടുണ്ടോ ആ പ്രദേശത്ത്? ഇത് ആദ്യമായിട്ടാണോ അവിടെ ഉള്ളവർക്കൊക്കെ ഇങ്ങനൊരു അനുഭവം? ഒരു 2-3 മാസം മുമ്പ് ഒരു കാറ്റുണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഇത്രയും ഭയാനകമായിരുന്നില്ല. കുറച്ച് മരങ്ങളൊക്കെ പോയി എന്നല്ലാതെ ഇങ്ങനെ വീടുകളിലേക്കും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ഇതിനു മുമ്പ്. ശരി, വളരെ നന്ദി ശ്രീ ലതിക പ്രതികരിച്ചതിന്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.